ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ഡേറ്റിങ്ങിന്റെ പല സ്റ്റേജസിനെ പറ്റിയിട്ടും ഓരോ സ്റ്റേജിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുമാണ്. ഈ വീഡിയോ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഡേറ്റിംഗ് എന്നൊരു വാക്ക് അത് കുറച്ചു കാലങ്ങളെ ആയിട്ടുള്ള നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് തന്നെ അതിനോട് വളരെ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ അവജ്ഞയോ ഒക്കെയാണ് പലപ്പോഴും മലയാളികൾക്ക് ഉള്ളത്. ഡേറ്റിംഗ് എന്ന വാക്ക് അല്ലെങ്കിൽ ഡേറ്റിംഗ് വളരെ മോശം കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതൊന്ന് മാറി വരാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. ഡേറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് വ്യക്തികൾ പരസ്പരം മനസ്സിലാക്കാനായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡേറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഡേറ്റിങ്ങിനെ ഉപയോഗപ്പെടുത്താം. അപ്പോ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? രണ്ട് ഡിഫറെന്റ് സാഹചര്യത്തിൽ നിന്ന് വന്ന വ്യക്തികൾ ഒരുമിച്ച് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, ഒരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട്, അതായത് നമുക്ക് ആ വ്യക്തിയുമായിട്ട് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം വേണം ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പോകാനായിട്ട്. അല്ലാതെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ അതിനുവേണ്ടി നമുക്ക് ഈ ഡേറ്റിംഗ് കാലഘട്ടത്തിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേത്, നമ്മള് അസംഷനിലേക്ക് പോകാതിരിക്കുക, മറ്റേ വ്യക്തിയെ പറ്റി അസംഷനിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് പകരം തുറന്നുള്ള സത്യസന്ധമായിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ സംസാരം ആണ് ആവശ്യം. അങ്ങനെ ആ തുറന്നുള്ള സത്യസന്ധമായിട്ടുള്ള ചർച്ചകളിലൂടെയും സംസാരത്തിലൂടെയും പരസ്പരം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, റാദർ ദാൻ അസ്യൂമിങ് തിങ്സ്. സെക്കൻഡ് തിങ് ഇസ്, എടുത്തു ചാടി തീരുമാനത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഡേറ്റിങ്ങിന്റെ ആദ്യ കാലഘട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവണം എന്നില്ല. അതിനാൽ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ആദ്യത്തെ കുറച്ച് കാലഘട്ടത്തിൽ നമുക്ക് ആ ഒരു ഹോർമോൺസിന്റെ ഒക്കെ അതിപ്രസരമായിരിക്കും. അത് കാരണം ചിലപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാൻ സാധിക്കണമെന്നില്ല. റെഡ് ഫ്ലാഗ്സ് പലതും നമുക്ക് കാണാൻ സാധിക്കണമെന്നില്ല. സോ ആ ഒരു സമയത്ത് തീരുമാനങ്ങൾ എടുക്കാതെ, എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ആദ്യത്തെ കാലഘട്ടമൊക്കെ എൻജോയ് ചെയ്യുക. അതിനുശേഷം പതുക്കെ മാത്രം നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഏത് റിലേഷൻഷിപ്പിലായാലും നമ്മളുടെ ബൗണ്ടറീസ് ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നമ്മൾ ആ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കണം. അത് വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ ആവശ്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക. ഫോർത്ത് തിങ് ഇസ്, ആ വ്യക്തി നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇമോഷണലി ഫിസിക്കലി ഒക്കെ അവൈലബിൾ ആണോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ. പലപ്പോഴും ദൂരെയൊക്കെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ വിദേശത്തൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഫിസിക്കലി എപ്പോഴും നമുക്ക് അവൈലബിൾ ആവണം എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ ഇമോഷണലി നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്നത് അവർ കേൾക്കുന്നുണ്ടോ, നമ്മളെ അവരൊരു പ്രയോറിറ്റി ആയിട്ട് കണക്കാക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഡ്യൂറിങ് ഡേറ്റിംഗ് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇതൊന്ന് ശ്രദ്ധിച്ച് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ. ഫിഫ്ത്ത് പോയിന്റ് ഇസ്, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ഡേറ്റിങ്ങിന്റെ സമയത്ത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് നോട്ട് ഓൾവേസ് റിലയബിൾ. ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ ആദ്യത്തെ ദിവസം ചിലപ്പോൾ ആ വ്യക്തിക്ക് നമ്മളെ പറഞ്ഞ് വാചകമടിച്ച് നമ്മളെ വീഴ്ത്താൻ സാധിച്ചേക്കാം. പക്ഷെ അതൊരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടണം എന്നില്ല, അല്ലെ പല കാര്യങ്ങളും നമ്മൾ കണ്ടില്ല എന്ന് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഫസ്റ്റ് ഇംപ്രഷനിൽ മയങ്ങി പോകാതെ നമ്മൾ തീർച്ചയായിട്ടും, സ്നേഹം എന്ന് പറയുന്നത് ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം സംസാരിക്കുകയും ചെയ്യുന്നതിലൂടെ, പരസ്പരം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഉണ്ടായി വരുന്ന ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള ടൈം കൊടുക്കുക, ഒരിക്കലും എടുത്തു ചാടാതിരിക്കാനായിട്ട് ശ്രമിക്കുക, ഫസ്റ്റ് ഇംപ്രഷനിൽ വിശ്വസിച്ച് അബദ്ധത്തിൽ പോയി പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ആറാമത്തെ കാര്യം എന്നുള്ളത്, നമ്മൾ ജെനുവിൻ ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ നാമായി തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മറ്റൊരാളായിട്ട് നിൽക്കുവാണെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹവും ഇഷ്ടവും ഒക്കെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ സാധിച്ചേക്കാം നാം അല്ലാതെ നിൽക്കുമ്പോൾ. പക്ഷെ അത് നമുക്ക് ലോങ് ടേം കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെ? എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ പുറത്തേക്ക് വരും. സോ അതിനാൽ തന്നെ ആദ്യം മുതൽ തന്നെ നമ്മൾ ആരാണോ അത് നമ്മൾ മറ്റേ വ്യക്തിയോട് പറയാനായിട്ടും
നമ്മൾ ആരാണോ അതേ രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അപ്പോ നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മോശമുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് ചെയ്യരുതെന്നല്ല ഈ പറയുന്നത്. പക്ഷെ അത് മറച്ചു വെച്ച് നമ്മൾ വേറൊരാളെ പോലെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും നമ്മൾ മാറാനായിട്ട് ശ്രമിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് റെഡ് ഫ്ലാഗ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും റിലേഷൻഷിപ്പിന്റെ ആദ്യഘട്ടത്തിലൊന്നും നമുക്ക് ആ റെഡ് ഫ്ലാഗ്സ് കണ്ടെത്താനായിട്ട് സാധിക്കണം എന്നില്ല, ഹോർമോൺസിന്റെ ഒക്കെ അതിപ്രസരം കാരണം. പക്ഷേ ആ ഒരു ഹോർമോൺ ലെവലൊക്കെ താന്നതിന് ശേഷം തീർച്ചയായിട്ടും റെഡ് ഫ്ലാഗ്സ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് കണ്ടില്ല എന്ന് നടിച്ചാൽ ഭാവിയിൽ നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. ചിലത് ഞാൻ ഇവിടെ പറയാം. അതായത് എന്തിനും ഏതിനും ആളോട് അനുവാദം ചോദിക്കണം, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ പുറത്തു പോകാനായിട്ട് സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ സ്വന്തം പേരൻസിന്റെ കൂടെ പോലും പുറത്തേക്ക് പോകാനായിട്ട് അനുവദിക്കാതിരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് സമ്മതിക്കാതിരിക്കുക, എല്ലാത്തിനും ഒരു കൺട്രോളിങ് നേച്ചർ, എപ്പോഴും സെക്ഷൽ നീഡ്സ് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിക്കുക, അല്ലെ സ്വർണ്ണമായിട്ടൊക്കെ വാങ്ങിക്കുക, ആ റിലേഷൻഷിപ്പിൽ ഒട്ടും ഇൻവോൾവ് അല്ലാത്തതുപോലെ ബിഹേവ് ചെയ്യുക, ഇതൊക്കെ റെഡ് ഫ്ലാഗ്സ് ആണ്. ഇതൊക്കെ റിലേഷൻഷിപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വൈൽ ഡേറ്റിംഗ് തന്നെ മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പിന്നോട്ട് മാറാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇൻ കേസ് നിങ്ങൾ ഒരാളെ കണ്ടു, പരിചയപ്പെട്ടു, ആ വ്യക്തിയുമായി 1-2 ഡേറ്റിന് പോയതിനു ശേഷം ആ വ്യക്തി നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഒരിക്കലും അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കണം. അത് ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളും ഒരുപോലെ പോകാത്തത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതുമായിട്ട് യോജിച്ചു പോകുന്ന മറ്റൊരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്കൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകാം എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യാതെ ഒരിക്കലും ആ വ്യക്തിയെ ബ്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ തന്റെ കുറവാണ് എന്ന് വിശ്വസിച്ച് വിഷമിച്ച് നിരാശപ്പെട്ട് ഇരിക്കുകയോ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മൾ റിജക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഗ്രേസ്ഫുള്ളി റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ ലവ് മാരേജിൽ മാത്രമല്ല ഡേറ്റിങ്ങിനുള്ള സാധ്യതയുള്ളത്. ഡേറ്റിംഗ് എന്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അറേഞ്ച് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും ഒക്കെ പരസ്പരം മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് സമയം തീർച്ചയായിട്ടും തേടണം. ആ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചോദിച്ച് വാങ്ങിക്കുക തന്നെ വേണം. പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊരു അവസ്ഥയിൽ വേണം ഒരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പിലേക്ക് കടക്കാനായിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരുപാട് വേദനിക്കുകയും ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് മനസ്സിലുണ്ടാവുക.